ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഉളുപ്പുണ്ടോ സംഘികളെ നിങ്ങൾക്ക്? ഇത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചോദിക്കുകയാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്നറിയാം. കേരളത്തിലെങ്കിലും കുറച്ച് വിവരമുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അതുമില്ലല്ലോ. നിങ്ങൾക്ക് തിരുത്തി എഴുതേണ്ട ഒരവസ്ഥ വന്നില്ലേ? നിങ്ങൾ അവരെ മോശമായി ചിത്രീകരിച്ചതല്ലേ? നിങ്ങൾ അവർ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞവരല്ലേ? നിങ്ങൾ ജനങ്ങൾക്കിടയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചവരല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ പറയേണ്ടി വന്നില്ലേ അവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്ന്? ഇതിനേക്കാൾ വലിയ നാണക്കേട് നിങ്ങൾക്ക് എന്താണുള്ളത്? തബ്ലീഗുകാർ രാജ്യത്തെ ഞെട്ടിപ്പിക്കുകയാണ്. രാജ്യത്തെ അവർ അമ്പരിപ്പിക്കുകയാണ്. ഒരു സമയത്ത് രാജ്യത്തെ അവർ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവർ ഒരുപാട് അനുഭവിച്ചു എന്നുള്ളതാണ് ശരി. പക്ഷേ ഇന്ന് രാജ്യത്ത് ആരൊക്കെ അവരെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നു, തബ്ലീഗുകാരാണ് താരങ്ങൾ. അതെ, പറഞ്ഞു വരുന്നത് ഡൽഹിയിലെ സുൽത്താൻപൂർ, നരേല എന്നീ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന 350ഓളം വരുന്ന തബ്ലീഗ് പ്രവർത്തകർ രാജ്യത്തെ ഞെട്ടിപ്പിച്ചത് ഇങ്ങനെയാണ്. പ്ലാസ്മ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് COVID-19 സ്ഥിരീകരിച്ച, കൊറോണ രോഗം സ്ഥിരീകരിച്ച ഒരു മനുഷ്യൻ അതിൽ നിന്ന് മുക്തനായതിനു ശേഷം അതിനെ പ്രതിരോധിച്ച് രോഗത്തോട് ബായ് പറഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം അയാളുടെ ശരീരത്തിനകത്ത് നിന്ന്, രക്തത്തിനകത്ത് നിന്ന് ആന്റിബോഡി വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ചികിത്സയാണ് പ്ലാസ്മ തെറാപ്പി. അങ്ങനെ ആ മനുഷ്യനിൽ നിന്ന് ആന്റിബോഡി വേർതിരിച്ചതിന് ശേഷം കോവിഡ് രോഗമുള്ള മറ്റൊരു മനുഷ്യനിലേക്ക് പ്ലാസ്മ എത്തിച്ചു കൊടുക്കുന്ന പ്രോസസ്സാണ്, ചികിത്സയാണ് പ്ലാസ്മ തെറാപ്പി. ഈ ചികിത്സയിലൂടെയാണ് ഇന്ന് ചൈനയിലായാലും ലോകത്തെ പല രാജ്യങ്ങളിലായാലും COVID-19 രോഗമുള്ള രോഗികൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഈ ചികിത്സയിലൂടെ മനുഷ്യന്റെ ശരീരത്തിനകത്ത് പ്രതിരോധ ശേഷിയുടെ അളവ് കൂടുകയും COVID-19 കാരണമായിട്ടുള്ള വൈറസുകളെ തുരത്തിക്കളയാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സ വിജയകരമാണ്. ഈ ചികിത്സയിലാണ് അത്ഭുതപ്പെടുത്തുന്ന നീക്കം തബ്ലീഗുകാർ നടത്തിയത്. 350ഓളം വരുന്ന രോഗവിമുക്തരായ തബ്ലീഗുകാർ അവരുടെ ശരീരത്തിനകത്തുള്ള, രക്തത്തിനകത്തുള്ള പ്ലാസ്മ നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പിനോട് അറിയിച്ചു കൊടുത്തിരിക്കുകയാണ്. 25ഓളം വരുന്ന തബ്ലീഗുകാർ ഇതിനോടകം തന്നെ രോഗവിമുക്തി നേടിയതിനു ശേഷം അവർ പ്ലാസ്മ സഹായം ചെയ്തിരിക്കുന്നു. അഥവാ അവരുടെ ശരീരത്തിനകത്തുള്ള പ്ലാസ്മ ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. അത്ഭുതപ്പെടുത്തി രാജ്യത്തിനെ. ഡൽഹിയിലെ ആരോഗ്യ വകുപ്പ് അവരുടെ ഈ പ്രയത്നത്തിന് നന്ദി അറിയിച്ച് രംഗത്ത് വന്നു. ഡൽഹി ആരോഗ്യമന്ത്രിയായിട്ടുള്ള സത്യേന്ദ്ര ജെയിൻ വളരെ വ്യക്തമായ രീതിയിൽ അവരെ കാണുകയും ഈ ഒരു നീക്കത്തിനോട് അവരോട് വലിയ രീതിയിലുള്ള ഒരു പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഫറാ ബഷർ എന്ന് പറയുന്ന ഒരാളും നിലവിൽ പ്ലാസ്മ ദാനം ചെയ്തിരിക്കുകയാണ്. തബ്ലീഗുകാർ ആരാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രോഗവിമുക്തി നേടിയതിനു ശേഷം സ്വന്തം രാജ്യത്തെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രൈസ്തവനാണോ എന്ന ഒരു വേർതിരിവ് പോലും മുന്നോട്ട് വെക്കാതെ അവർക്കൊക്കെ ഞങ്ങളുടെ രക്തത്തിനകത്തുള്ള പ്ലാസ്മ നൽകാൻ തയ്യാറാണെന്ന് ഈ ലോകത്തോട്, ഈ രാജ്യത്തോട് വിളിച്ചു പറയാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ. അവരാണ് യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാർ. പൊതുജനങ്ങളോട് കൃത്യമായ പൊതുബോധം പുലർത്തുന്നവർ തബ്ലീഗുകാരാണ് എന്ന് ഈ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിൽ സംഘപരിവാരുകാരെ നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ ഏത് രീതിയിലാണ് അവരെ മോശപ്പെടുത്തിയത്? നിങ്ങൾ എന്തൊക്കെയാണ് അവരെ പരാമർശിച്ചത്? തീവ്രവാദികളെന്ന്, രാജ്യദ്രോഹികളെന്ന്, തുപ്പല് കൊണ്ട് കൊറോണ പടർത്തുന്നവരെന്ന് ഒരു പ്ലേറ്റിൽ തുപ്പിയിട്ട് അത് വടിച്ചെടുക്കുന്നവരാണ് തബ്ലീഗുകാരെന്ന് പറഞ്ഞ് അവരെ അപമാനിച്ച നിങ്ങൾ ഈ കാഴ്ചക്ക് മുന്നിൽ അമ്പരന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരാണ് താരങ്ങൾ.
അതെ, തബ്ലീഗുകാരെ പുകഴ്ത്തി എല്ലാവരും രംഗത്ത് വരികയാണ്. ഇപ്പോൾ കേരളത്തിലെ തബ്ലീഗുകാർ പറയുകയാണ്, അതായത് രോഗവിമുക്തി നേടിയിട്ടുള്ള തബ്ലീഗുകാർ പറയുകയാണ്, പ്ലാസ്മ ദാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. ഹിന്ദുവെന്ന് നോക്കിയിട്ടില്ല, അവർ ക്രിസ്ത്യാനി എന്ന് നോക്കിയിട്ടില്ല, എല്ലാവർക്കും ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരത്വവാദികൾ തബ്ലീഗുകാരാണ്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആത്മാഭിമാനത്തോടു കൂടി രാജ്യത്തോടൊപ്പം നിന്നത് തബ്ലീഗുകാരാണ്. അവരെ കുറ്റപ്പെടുത്തിയവർ ഇപ്പോൾ മാപ്പ് പറയുകയാണ്. കേന്ദ്രം പോലും അവരെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും സംഘപരിവാർ മാധ്യമങ്ങൾക്ക് വേറെ വഴിയില്ലാതെ അവരെ പുകഴ്ത്തുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Aiva Silks, Kasargod, Kaningad, Mangalore.